ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വരുൺ ഹോസ്പിറ്റലിൽ വന്നിട്ട് വഴക്കുണ്ടാക്കാട്ടോ ചെയ്യുന്നത് കൃഷിനോടായിട്ട് പറയുന്നു. അതിനുശേഷം തന്നെ കൃഷാണെങ്കിലോ വരുണിനോട് വഴക്ക് പറയുന്നുണ്ട്. മറ്റൊന്നല്ല, എന്തായാലും എൻ്റെ കല്യാണത്തിന് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് കരുണിനടുത്ത് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഓ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. കാരണം കൺമണിയും അതുപോലെ തന്നെ കൃഷും കൂടിയും പ്രണയത്തിലാണെന്നുള്ള കാര്യം ഇപ്പോൾ വരുണിന് അറിയില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു സൂചന ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൺമണിയെ കൃഷി തന്നെ കേട്ടു എന്നുള്ള രീതിയിലാണ് വരുണിനോട് പറഞ്ഞിരിക്കുന്നത്. വരുണാണെങ്കിലോ എല്ലാം തികഞ്ഞവൻ എന്ന രീതിയിൽ തന്നെ, കാരണം വരുണിന് കൺമണിയെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും എന്ന ഉറപ്പിൽ തന്നെയാണ് കൃഷ്ണനോട് വാശി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അത് തട്ടിത്തെറിപ്പിച്ചിട്ട് കൃഷി പോകാനായിട്ട് നിൽക്കുന്നു. വീണ്ടും കൺമണിയാണ് കേട്ടോ കാണിക്കുന്നത്. കൺമണിയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരമെല്ലാം തന്നെ അറിയുന്നുണ്ട് കേട്ടോ. വരുണുമായിട്ട് തൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, അതുപോലെ ആധാരം തിരിച്ചെടുത്ത് വരുൺ തന്നിരിക്കുന്നു എന്നൊക്കെ. പിന്നീട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അച്ഛനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. കാരണം കൺമണിയെ ഒരു ബലിയാടിനെ പോലെ നിർത്തിയിട്ടാണ് ആ ആധാരത്തെക്കുറിച്ചൊരു തീരുമാനം വരുൺ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോഴത്തേക്കും കൺമണി പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ തിരിച്ചു വരണ്ടെന്ന് തന്നെയല്ലേ നിങ്ങളുടെ വിചാരം? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ആരും ഒരാളെ പോലും ഞാൻ അവിടെ കണ്ടില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് ഫോൺ ചെയ്ത സമയത്ത് തന്നെയാണല്ലോ ഏടത്തി പറഞ്ഞത് അവൾ ചത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചാവുമെന്നുള്ളത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൺമണി അച്ഛനോടായിട്ട് ചോദിക്കുന്നു കേട്ടോ. അയ്യോ മോളെ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഉണ്ട്, അച്ഛൻ വിചാരിച്ചു. കാരണം ഇപ്പോൾ ആടിനെയും അറക്കാൻ കൊടുക്കുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. പിന്നീട് അത് നിർബന്ധിച്ചിട്ട് വേണ്ടേ, മനോജും എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല ഇനി നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മോളെ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? എനിക്കും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ അച്ഛാ എന്ന് പറയുമ്പോൾ, വരുണിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ വീട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. നല്ല ബെസ്റ്റ്, ഇങ്ങനെയൊക്കെയാണോ അച്ഛ ചെയ്തു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യാനാണ്, അവൻ്റെ പേരിലാക്കി തന്ത്രപൂർവ്വം ആ വീടും സ്ഥലവും അവൻ്റെ ആക്കി എടുക്കുകയാണ് അവൻ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, അമ്മായിമാർ ഈ വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവരറിഞ്ഞിട്ടില്ല. അവരറിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇതിന് സമ്മതിക്കില്ല, അവർ ആത്മഹത്യ ചെയ്യും എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അച്ഛന് നല്ല ടെൻഷനാവുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഇനി വീടോ അതുപോലെ തന്നെ കൊട്ടാരോ എഴുതി കൊടുത്താലും തന്നാലും എനിക്ക് വരുണുമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയും. വാക്ക് കൊടുത്തവരെല്ലാവരും ഉത്തരം പറഞ്ഞിട്ട് കൺമണി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ മനോജും ധനലക്ഷ്മിയോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മനോജിന് നല്ല സംശയമുണ്ട്. കാരണം കൺമണി കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൺമണി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഏട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കണം പറയുന്നുണ്ട്. എന്താ മോളെ നിനക്ക് സംസാരിക്കേണ്ടതെന്ന് പറയുന്നു. ഞാനില്ലാത്ത സമയത്ത് എൻ്റെ കല്യാണം നിങ്ങൾ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു. എന്താ വരുണുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചോ എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് ഈ വീടും സ്ഥലവും വരുണിൻ്റെ പേരിൽ എഴുതി കൊടുത്തല്ലേ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം കയറി മുടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല. മാത്രമല്ല നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇതൊന്നൊരു പ്രശ്നമല്ലല്ലോ, അത് നമുക്ക് തിരിച്ചെഴുതി തരില്ല അവൻ എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വരുണിനെ കല്യാണം കഴിക്കണമല്ലേ, ഇതൊരിക്കലും ഞാൻ നടക്കില്ല. അപ്പോൾ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, പിന്നെ നിന്നെക്കൊണ്ട് ആധാരം എടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് പറയുമ്പോൾ, ഞാൻ എടുക്കാൻ വേണ്ടി നടന്ന സമയത്ത് തന്നെയാണല്ലോ ആ ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. എന്തായാലും ഇനി ഞാനത് തിരിച്ചെടുക്കും എന്ന് പറയുമ്പോഴത്തേനും വരുണിൻ്റെ പേരിലാക്കിയില്ല അപ്പോഴത്തേനെന്ന് പറയുന്നു കേട്ടോ. ഇനി വരുണെന്ന് എനിക്ക് തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് പറയുന്നു. മോള് കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറയുന്നു. അതിനൊരിക്കലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല. വാക്ക് പറഞ്ഞവർ തന്നെ അതിനുള്ള ഉത്തരം കൊടുത്തോളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കൺമണി തിരിച്ചു പോകാനായിട്ട് നോക്കുന്നു കേട്ടോ. എനിക്കിതിലൊന്നും അഭിപ്രായം പറയാനില്ല, നിങ്ങൾ എന്തായാലും തീരുമാനിച്ചതെല്ലാം തന്നെ നിങ്ങൾ തന്നെ നടത്തിക്കോ, എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൺമണി പോകുന്നു. അപ്പോൾ ധനലക്ഷ്മിയോട് മനോജ് പറയുന്നുണ്ട്, എന്താ അവൾ പറഞ്ഞിട്ട് പോയത്, ഇനി എന്താ ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾ അങ്ങനെയൊക്കെ പറയും എന്ന് കരുതി വരുണുമായിട്ടുള്ള കല്യാണം നമ്മൾ ഒരിക്കലും നടത്താതിരിക്കില്ല, അത് തീർച്ചയായും നടത്തുമെന്നും ധനലക്ഷ്മി മനോജിനോട് പറയുന്നത്. മനോജിന് ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ, ഇനി എന്താ ചെയ്യേണ്ടത്. കാരണം അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പിന്നെ കൺമണി അമ്മയോടായിട്ട് പ്രാർത്ഥിക്കുന്നു, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനൊരു വിഷമങ്ങളാണ് അമ്മ എനിക്ക് തന്നത്, ജീവിതം തുടങ്ങിയിട്ടും കൂടെ ഇല്ല, എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാട്ടോ ചെയ്യുന്നത്. അമ്മയുടെ ലോകത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ട് പോകുമോ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ശേഷം അവിടേക്ക് ഗോകുൽ വരുന്നുണ്ട്. അപ്പയെന്ന് വിളിച്ചിട്ട്, അപ്പയെ സുഖമാണെന്നൊക്കെ പറഞ്ഞ് ഗോകുൽ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ അപ്പേ, എനിക്ക് ആകെ ടെൻഷനായി. പിന്നീട് സമാധാനമായിട്ടോ എന്ന് പറയുന്നു. കാട്ടിനകത്ത് നല്ല സുഖമായിരിക്കില്ലേ,
എന്താണ്ടാ നീ അങ്ങനെ ചോദിച്ചതെന്ന് പറയുന്നു. അല്ല, കാട്ടിനകത്ത് ക്രിസാർ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ വിഘ്നേശ്വരനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സമാധാനം പോയത് മോനെ, പക്ഷേ എനിക്ക് ആ കാടിനകത്ത് തന്നെയായിരുന്നു സുഖം എന്ന രീതിയിലേക്ക് കൺമണി പറയുന്നു. എന്തായാലും കൃഷി കൂടെ ഉണ്ടായിട്ടാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നു. പിന്നെ ഞാനും കൃഷി സാറും തമ്മിൽ ആ ഒരു രഹസ്യം ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അതേ അപ്പേ, അതൊക്കെ എപ്പോൾ പറയണം അപ്പേ എന്ന് പറഞ്ഞിട്ട്, കാരണം അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വായ കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ കൺമണി. ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ സന്തോഷം എന്താണ് അപ്പേ എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ, നീ ഒന്ന് സന്തോഷിക്കാതിരിക്കടാ, ഇതൊക്കെ ഇനി നടക്കുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇനി ആര് തന്നെ എതിർത്താലും എല്ലാം തന്നെ നടക്കുമെന്നൊക്കെ കൺമണിയോട് നമ്മുടെ ഗോകുൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വീടും അതുപോലെ തന്നെ സ്ഥലമൊക്കെ ആ വരുൺ ചേട്ടൻ നമുക്ക് 15 ലക്ഷം അടച്ചിട്ട് തിരിച്ച് എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം എല്ലാവരും വരുൺ ചേട്ടൻ്റെ പുറകെയാണ്. അതെന്തായാലും ഒന്ന് മുടക്കണം. അതിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. എന്താണ് നീ ചെയ്യാൻ പോകുന്നത്, അതൊക്കെ കണ്ടോ അപ്പേ? എന്താ ദേഹത്ത് ഇങ്ങനെ ചൂടെന്ന് ചോദിക്കട്ടോ കൺമണിയോടായിട്ട് ഗോകുൽ. എന്താണെന്നറിയത്തില്ല, ഹോസ്പിറ്റലൊക്കെ പോയതാടാ, പിന്നെ വരുണുമായിട്ട് കുറേ പ്രശ്നങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ടെൻഷനായിട്ടാണ്, പനിയുള്ളത് പോലെ. എന്തായാലും ഒന്ന് കിടന്നാൽ ശരിയാവും. അത് പറ്റില്ല, ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതോ. ഒന്നുമില്ലടാ, മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. എന്നാൽ ശരി അപ്പം ഞാനിപ്പോൾ പറഞ്ഞിട്ട് പോവാട്ടോ ചെയ്തത്. അങ്ങനെ അമ്മായിമാരുടെ അടുത്തേക്ക് പോകുന്നു. അമ്മായിമാരാണെങ്കിൽ സന്തോഷത്തോടുകൂടി ജിലേബിയൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം ആധാരം തിരിച്ചെടുത്ത് കിട്ടിയല്ലോ എന്ന സമാധാനത്തോടു കൂടി. എന്താ ഇതിനകത്ത് നടന്നതെന്ന് അമ്മായിമാർക്ക് ഇതുവരേക്കും അറിയില്ല. അങ്ങനെ ഗോകുൽ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മായിമാരെന്താ ജിലേബി കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമുണ്ടല്ലോ ഈ കഴിക്കാനെന്ന് പറയുന്നു. എന്തിനാണ് ജിലേബി കഴിക്കാനായിട്ട് നാണിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുന്നു. ഇത് അപ്പയെ ബലി കൊടുത്തതിനുള്ള ജിലേബിയാണല്ലേ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കാരണം ആ ഒരു ആധാരം തിരിച്ചെടുക്കണമെങ്കിൽ അപ്പയുടെ കാര്യത്തിൽ വരുണിച്ചേട്ടൻ താലി കെട്ടണമെന്നല്ലേ പറഞ്ഞത്, അതനുസരിച്ചാണല്ലോ അതെടുത്ത് തന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അപ്പയെ ബലി കൊടുത്തതിൻ്റെ പ്രസാദം പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിമാർക്ക് സങ്കടം വരുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കാരണം ക്രിസ്താരും അതുപോലെ വരുണും ആരെങ്കിലും ഒരാൾ നമ്മൾ രക്ഷിച്ചേ പറ്റുള്ളൂ. ക്രിസ്താൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല, കാരണം മനസ്സമ്മയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറിയിട്ട് കൺമണിയെ കല്യാണം കഴിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പിന്നെ വരുണാണെങ്കിലോ അവന് കയറ്റോ നമ്മുടെ കൺമണിയുടെ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിനെന്താ, ക്രിസ്താറുമായിട്ടുള്ള അപ്പയുടെ കല്യാണം എന്നേ കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേന് എന്താ നീ പറഞ്ഞതെന്ന് പറയുന്നു. അല്ല, മനസ്സുകൊണ്ട് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എല്ലാവർക്കും സന്തോഷമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും അപ്പ തിരിച്ചു വന്നില്ലേ, ഇനി ഉയർന്ന പോസ്റ്റ് തന്നെ അലിഗയിൽ അപ്പയ്ക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പയെ അന്വേഷിച്ചുകൊണ്ട് നടന്നത് അത് ക്രിസ്താറ് ആ അലിഗയിൽ എന്തിയാണ്, അതൊക്കെ നിങ്ങൾ മറന്നോ? ഇനി എന്തായാലും അദ്ദേഹം അപ്പയെ തിരഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കും. എന്തായാലും ഇനി അപ്പയെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ക്രഷിൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ അമ്മയും അച്ഛനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോനെ, നിനക്കൊരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ നിനക്ക് എന്താണ് പറയാനുള്ളത്? ബലരാമനെ കുറിച്ചാണെങ്കിൽ അവന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, എന്താണെന്ന് ചോദിക്കട്ടോ കൃഷി സാഗറിനോട്. എനിക്കൊന്നുമില്ല, നീ സന്തോഷത്തോട് പറയടാന്നൊക്കെ പറഞ്ഞ് അവനെ ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം വെച്ചാൽ അന്ന് പോയി കിടന്നാൽ റെഡിയാവും എന്നൊക്കെ പറയുന്നു കേട്ടോ. ഞാൻ കൃഷി കൺമണിയുടെ കാര്യം പറയാനായിട്ട് തുടങ്ങുമ്പോൾ പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തുന്നു. അങ്ങനെ കൃഷി പോകുന്ന സമയത്ത് എനിക്ക് കൃപയോട് സംസാരിക്കണം പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നു. പിന്നെ സാഗറും അതുപോലെ സുജും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവന് ബലരാമനെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചില്ലേ, അത് അവന് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം അവൻ്റെ പക്ഷത്താണ് ന്യായം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ. ഇനി പാവം എൻ്റെ മോനെ നല്ല സ്നേഹിക്കണം എനിക്കെന്ന രീതിയിൽ സുജു അതുപോലെ തന്നെ സാഗറും പറയുന്നു. മനുഷ്യൻ കൃപയെ കാണാനായിട്ട് നമ്മുടെ കൃഷി വരുന്നുണ്ട് കേട്ടോ. മോളെ, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സന്തോഷമുള്ളതുകൊണ്ട് സങ്കടമുള്ളതുകൊണ്ട് എന്ന രീതിയിലൊക്കെ സംസാരിക്കാം കേട്ടോ. കൃഷി ചിലപ്പോൾ കൺമണിയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അവളെ രക്ഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന രീതിയിൽ തന്നെയായിരിക്കും കൃഷിയോട് പറയാനായിട്ട് പോയിട്ടുണ്ടാവുക. ഇത്രയും കാണിച്ചിട്ടുണ്ടാണ് നല്ലൊരു എപ്പിസോഡ് വിശേഷമായി.